ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മളിന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലെ ടെറസ് ഗാർഡൻ്റെ മേളിലാണ്. ഈ ടെറസ് ഗാർഡനിൽ ഏകദേശം 10ഓളം ഫലവൃക്ഷങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതേ കണ്ട ഒരു ജബോട്ടിക്കാവയുണ്ട്, നമ്മുടെ സാന്തോളുണ്ട്. അവിടേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പുലാസാനാണ്, സന്തോഷ വാർത്ത. പുലാസാൻ ആദ്യമായിട്ട് ഇതിൽ മൊട്ട് വന്നു കേട്ടോ, പൂവെന്ന് തുടങ്ങി. ഇത് അവിടെ ഞാവലുണ്ട്, നമ്മുടെ അവക്കാഡോ ഉണ്ട്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 1.5 വർഷം മുമ്പ് നട്ട മാവാണ്. ഇത് നടുന്ന സമയത്തും ഇതിന് പ്രൂൺ ചെയ്ത സമയത്തും വളമിടുന്ന സമയത്തും ഒക്കെ ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 12 കൊല പൂവുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ലോങ്ങൻ നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട്. പേര ഇപ്പോഴും ഒരുപാട് കായുണ്ട്. ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അബിയു എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജബോട്ടിക്കാവയെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ്. അതായത് ഈ ജബോട്ടിക്കാവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ജബോട്ടിക്കാവ. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലെ ബാരലിലോ ചെറിയ ചട്ടികളിലോ വളർത്തി നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് തന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു ബ്രസീലിയൻ ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ മരമുന്തിരി എന്ന പേരിലാണ് നമ്മുടെ നാട്ടിലിത് അറിയപ്പെടുക. പിന്നെ ബ്രസീലിയൻ ട്രീ ഗ്രേപ്പ് എന്നും പറയാറുണ്ട്. ഗ്രേപ്പ് എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഗ്രേപ്സ് ഇല്ലേ, നമ്മുടെ സാധാരണ മുന്തിരിയില്ലേ, അതിൻ്റെ തന്നെ ശരിക്കും ഷേപ്പായിരിക്കും ഇതിനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ജബോട്ടിക്കാവയുടെ വെറൈറ്റീസ് ഏതൊക്കെയാണ്, ഇതിൻ്റെ പരിചരണ രീതി എങ്ങനെയാണ്, ഇതിലൊരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം, ഈ വക കാര്യങ്ങളാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ജബോട്ടിക്കാവ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ ജബോട്ടിക്കാവയ്ക്ക് വേറൊരു ഗുണമുള്ളത്, ശരിക്കും ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റിൻ്റെ ലുക്കുണ്ട്. നമുക്ക് ചെടികളുടെ കൂട്ടത്തിൽ നടാവുന്ന അത്രയും ഭംഗിയുണ്ട് ഇതിന്. നമ്മുടെ ഏതാണ്ട് യൂജീന പ്ലാന്റ് പോലെയൊക്കെ ഉണ്ടാവും കണ്ടോ. അത്യാവശ്യം തളിരുകൾക്ക് നല്ല ബ്രൗൺ നിറവും, പലപ്പോഴും യൂജീന പോലെയൊക്കെ തോന്നാറുണ്ട്. നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് വേറൊരു പ്രത്യേകത. ഈ നിൽക്കുന്ന ജബോട്ടിക്കാവ പ്ലാന്റ് ശരിക്കും റെഡ് ഹൈബ്രിഡ് എന്നൊരു വെറൈറ്റിയാണ്. ഇതുകൂടാതെ ഒരുപാട് ടൈപ്പ് ഓഫ് ജബോട്ടിക്കാവ പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സബാറ എന്നൊരു ഐറ്റമുണ്ട്, എസ്കാർലറ്റ് എന്നൊരു ഐറ്റമുണ്ട്, പ്രിക്കോഷി എന്നൊരു ഐറ്റമുണ്ട്, ഒബ്ലാങ്കേറ്റ എന്നൊരു ഐറ്റമുണ്ട്, പിന്നെ ഗ്രിമിൽ എന്നൊരു ഐറ്റമുണ്ട്. ഇങ്ങനെ പല പല ടൈപ്സ് ഓഫ് എന്താ പറയുക ജബോട്ടിക്കാവ പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ വളരെ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന ജബോട്ടിക്കാവ പ്ലാന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ഈ റെഡ് ഹൈബ്രിഡ്, പിന്നെ ഗ്രിമിൽ എന്ന് പറയുന്ന ഐറ്റം, പിന്നെ പ്രിക്കോഷി എന്നൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഈ പ്രിക്കോഷി എന്ന് പറയുന്ന ഐറ്റം ഇതൊക്കെ ശരിക്കും 3 വർഷം കൊണ്ട് തന്നെ. പിന്നെ എസ്കാർലറ്റ്, ഈ 4 വെറൈറ്റീസ് ഓഫ് ജബോട്ടിക്കാവയാണ് നമ്മുടെ നാട്ടിന് അനുയോജ്യം. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രിക്കോഷി നല്ലതാണ്, എസ്കാർലറ്റ് നല്ലതാണ്, ഗ്രിമിൽ നല്ലതാണ്, പിന്നെ ഈ റെഡ് ഹൈബ്രിഡ്. ഈ 4 ഐറ്റംസ് ആണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് കായ്ക്കുന്നത്. സബാറ നല്ലൊരു ഐറ്റം തന്നെയാണ്, പക്ഷേ അത് കായ്ക്കണമെങ്കിൽ 7-8 വർഷം എടുക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇത് നോക്കിയിട്ട് ഈ 3-4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ഫലം കിട്ടുന്നത് നോക്കി തിരഞ്ഞെടുക്കുക. ശരിക്കും നമ്മൾ ഈ ഒരു റെഡ് ഹൈബ്രിഡ് ഇവിടെ നട്ടിട്ട് 7 മാസമായി. 7 മാസമായെങ്കിലും ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ പൂക്കൾ വന്നു. കാരണം അത്യാവശ്യം വലിയ പ്ലാന്റാണ് ഞാൻ വാങ്ങി നട്ടത്. അതുകൊണ്ടാവാം വളരെ പെട്ടെന്ന് തന്നെ പൂ വന്നു ഇതിൽ. അപ്പോൾ എൻ്റെ ഈ ജബോട്ടിക്കാവയിൽ ഇപ്പോൾ പൂക്കളോ കായ്കളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാനിത് വാങ്ങാൻ പോയ സമയത്ത് ആ ഗാർഡനിൽ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കാണിച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് ചെറിയ ക്ലിപ്സ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം. ജബോട്ടിക്കാവയിൽ ഏറ്റവും മധുരമുള്ളത് ഇതിനാണ്, റെഡ് ഹൈബ്രിഡ്. നല്ല മധുരമുള്ളതും നല്ല റെഡ് കളർ വരുന്നത് ഇതിനാണ്. പക്ഷേ ഇത് 3.5 വർഷം എടുക്കും. 2 വർഷം എന്ന് പറയുന്നത് സമ്മതിക്കുന്നത്. ഇതിനൊക്കെ എത്ര വർഷം ഉണ്ട് ഇപ്പോൾ പഴക്കം? ഇതൊക്കെ എങ്ങനെ പോയിരുന്നാലും ഒരു 2 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഏടിയാണ് ഈ ഇരിക്കുന്നത്. 1.5 വർഷം കഴിയുമ്പോൾ കായ്ക്കും. ഉറപ്പായിട്ടും. പിന്നെന്താ, 1 വർഷം കഴിഞ്ഞാൽ അത് പൂത്ത് തുടങ്ങണം എൻ്റെ കണക്കിന്. എസ്കാർലറ്റിൻ്റെ ചെറിയ തൈകളായതെല്ലാം. ഇപ്പോൾ 2.5 വർഷം കൊണ്ട് എസ്കാർലറ്റ് കായ്ക്കും. കായ്ച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് സബാറയാണ്. ഇതാണ് ഏറ്റവും താമസിച്ച് കായ്ക്കുന്ന കാര്യം. പലവരും അത് തരാം. ഏറ്റവും താമസിച്ച്, അതായത് 9 വർഷം ആവാതെ കായ്ക്കില്ല. എൻ്റെ 3 മരം കായ്ച്ചിപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട് കഴിക്കാൻ തരികയും ചെയ്യും. അവിടെ നിൽപ്പുണ്ട്. കറക്റ്റ് 9 വർഷം കഴിക്കും. ഇത് ഒബ്ലാങ്കെട്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണേ, ജബോട്ടിക്കാവ ഒബ്ലാങ്കെട്ട. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെയും കായ്ച്ചിട്ടില്ല. വലിയ മരങ്ങളല്ല. പക്ഷെ ഇത് ഇതുവരെയും കായ്ച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു 2-3 വർഷം എടുക്കും. ഇത് അല്പം സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്. 6 വർഷമൊക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കോ, ഇത് കായ്ക്കാനാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഇതിങ്ങനെ തോല് പൊളിക്കും. നമ്മുടെ പേരെന്നൊക്കെ വരുന്നത്. അതെ അതെ, ഇങ്ങനെ തോല് ഇത് തനിയെ പൊളിക്കും. തനിയെ പൊളിക്കുന്നതിൻ്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അത് കായ്ക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. പടം പൊഴിക്കൽ. അതെ, പടം പൊഴിക്കൽ. ജബോട്ടിക്കാവ നോക്കിയേ. യെസ് ഇവിടെ ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ആയിട്ടൊരു സാധനം. ഇതെല്ലാം കായ്ച്ച മരങ്ങളാണ്. ഇവിടെ കണ്ടോ കുറേ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. സൈസ് കണ്ടില്ലേ, തീരെ കുഞ്ഞല്ല. ഞാൻ ഇത് ഒരെണ്ണം പൊട്ടിച്ചു തരാം. മധുരം നോക്ക്, മരമുന്തിരി തന്നെയാണ്. കുറച്ചുകൂടെ പഴുത്തതുണ്ടോ നോക്കിയാലോ? അല്ല ഇത് മതി ഇതെവിടെ ഉണ്ട് ഉണ്ടോ? ഏറ്റവും ചുഴക്കി ഏറ്റവും തറയിൽ തന്നെ വരുന്നുണ്ട് കായ്. ഇതന്നെ മതി എടുത്തോളൂ. എടുക്കട്ടെ. സ്പ്രെഡ് ചെയ്താൽ മതി. ഒന്ന് വൃത്തിയാക്കി കഴിക്കൂ. എങ്ങനെയുണ്ട് ഫ്രൂട്ട്? നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല കഴമ്പുള്ള ഫ്രൂട്ടാ. അടിപൊളി കണ്ടോ. ഇത് നല്ല മധുരമല്ലേ? നല്ല മധുരം. അതിലും മധുരമായിരിക്കും. ശരിക്കും നമ്മുടെ ശരിക്കുള്ള മുന്തിരി തോൽപ്പിക്കുന്ന ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ 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 അതെ. അതെല്ലാം നോക്കിയേ, ഫുള്ള് കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ. ഇത് ഗ്രിമാള്, ജബോട്ടിക്കാടെ ഗ്രിമാൾ. അവിടെ തൈരിപ്പാണ്, ഞാൻ വിട്ടുപോയി കാണിക്കാൻ. ഇത് ഒബ്ലാങ്കട്ട ഞങ്ങളിവിടെ കായ്പ്പിക്കാൻ ഇട്ടേക്കുന്ന മദറാണ്. ജബോട്ടിക്ക ബ്രാൻസിയ. അതിൻ്റെ ഇലകളുള്ള വ്യത്യാസമുണ്ട്. ഇലകൾ വലിപ്പം കൂടുതലായിരിക്കും. എത്ര വെറൈറ്റി ഉണ്ട് ജബോട്ടിക്ക? എൻ്റെ അടുത്ത് അധികം ഇല്ല, ഒരു 10 വെറൈറ്റി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ റെഡ് ഹൈബ്രിഡാണ്. നമുക്കിവിടെ കായ്ക്കുന്ന മരങ്ങളാണ്. ഇപ്പം ഫ്രൂട്ടില്ല, ഫ്ലവർ നിൽപ്പുണ്ടേ ഉണ്ടാവും. ഫ്ലവർ നിൽക്കുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഇത് അടിപൊളിയല്ലോ. ജബോട്ടിക്കാവ സബാറ. ഇതാണ് ഞാൻ പറഞ്ഞത്, 9.5 വർഷമായി. ഇപ്പോഴാണ് ഈ മരം കായ്ച്ചത്. ഫസ്റ്റ് കായ്ച്ചത്? എല്ലാ മരവും കായ്ച്ചു. ഈ 3 മരവും ജബോട്ടിക്കാവ സബാറയാന്നേ. എല്ലാം ഇപ്പോഴാണ് കായ്ച്ചത്. ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതെ അതെ, ഭയങ്കര ക്ഷമ വേണ്ട ഒരു മരമാണ്. അല്ല, ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ ചോട്ടിലൊരു ഇല പോലും വീണിട്ടില്ല. അത്രയും ഭംഗിയായിട്ട് ക്ലിയർ കുറഞ്ഞപ്പോണ്ടല്ലേ. ഇതെത്ര കിട്ടിയാലും ഞാൻ കഴിക്കൂട്ടെ. എനിക്ക് അതിന്റെ വേറെ പറഞ്ഞു. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേറെ ഒരു സ്ഥലത്ത് വാങ്ങാൻ കിട്ടില്ലല്ലോ. കുഞ്ഞു കായ നമ്മുടെ ഗ്രേപ്സ്. അതെ, ഇത് കുരുവില്ല, വളരെ കുഞ്ഞു കുരു. സൂക്ഷിച്ചു നോക്ക്, അതിനകത്ത് കായ്ച്ചു തുടങ്ങി. ഇനി ഉള്ളതിൽ ഏറ്റവും നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലഷാണ്, നല്ല സൈസ് ഉണ്ടാവും, കുരു കാണത്തില്ല, ഒത്തിരി കഴിക്കാനുണ്ട്. പക്ഷേ ദശക്കട്ടി കൂടുതലാണ്, അതിന്റെ പുറന്തോടൊപ്പം കട്ടി കൂടുതലാണ്. അത്രയേ ഉള്ളൂ, സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ. കായ്ച്ചു കഴിഞ്ഞാൽ താഴെ മുതൽ ഏറ്റവും മുകളറ്റം വരെയും കായ്ച്ച് ഇങ്ങനെ നിറച്ച് ഫുൾ കായായിട്ട് നിൽക്കും. ലുക്ക് കണ്ടാൽ എല്ലാം കായായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഫുള്ള് കായായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാത്തിൻ്റെയും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു നോക്കിയതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്തോട്ടെ ഏതൊക്കെയാണ് വാങ്ങാന്നുള്ള. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡിനാണ്. അപ്പോൾ ഇതിലൊരു തൈ ഞാൻ എപ്പോഴും പറയാറുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും. കാരണം ടെറസിലൊക്കെ നമ്മൾ ഡ്രമ്മ് വെക്കുന്ന സമയത്ത് ഒരു 15 വർഷമൊക്കെയാണ് മാക്സിമം ആയുസ് പറയുന്നത്. അതിൽ 10 വർഷം ചെടി വളർത്തിയിട്ട് പിന്നെ 5 വർഷം എടുത്തിട്ട് കാര്യമില്ല. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു വർഷം, തീർച്ചയായും അല്ലേ, 1.5 വർഷം കൊണ്ട് കായിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരെണ്ണം തീരുമാനിച്ചു കേട്ടോ. ഇതാണ് നല്ല തൈന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ബെറ്റർ തന്നെ. ആണോ? ഇത് നോക്കിയേ, അത് ഒറ്റ സ്റ്റെമ്മാണ്. ഇത് നല്ല ബ്രാഞ്ച് ഉണ്ട്, ഈ രണ്ടിലും പിടിക്കും. അതെ, ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ അത് തന്നെ എടുക്കാം. ഇത് അത് തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ കണ്ടല്ലോ. എന്നാൽ ഈ ജബോട്ടിക്കാവ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇത് നന്നായിട്ട് സൺലൈറ്റ് വേണം. സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. കാരണം ലാസ്റ്റ് ടൈം കുറേ പൂക്കൾ വന്നിട്ട് എല്ലാം കൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് തെറ്റതാണ്. ഞാനിതിൻ്റെ സൺലൈറ്റ് പതിക്കത്തക്ക രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നില്ല. അതായത് ഈ ജബോട്ടിക്കാവ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഇതിൻ്റെ തണ്ടിലാണ്, ഇതിൻ്റെ സ്റ്റെമ്മിലാണ്. തടികളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക ചെയ്യുന്ന ഫ്രൂട്ട്സ്. കുറച്ച് മുമ്പത്തെ ക്ലിപ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഫ്രൂട്ട്സ് ഇരിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഈ സ്റ്റെമ്മിൽ തടികളിൽ സൺലൈറ്റ് നന്നായിട്ട് പതിക്കത്തക്ക രീതിയിൽ ഈ ഇലകൾ മൊത്തം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പ്രൂണിങ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്കിതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ കത്തിയെ കൊണ്ടുവച്ചിട്ടുണ്ട്. നട്ട സമയത്ത് നമ്മൾ ഇതിനൊരു താങ്ങ് കൊടുത്തായിരുന്നു, ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അതിനെടുത്ത് മാറ്റുക കേട്ടോ ആദ്യം.
ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ട് നിൽക്കുന്ന എല്ലാ ബ്രാഞ്ചസും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ കണ്ടോ വളരെ ചുവട്ടിൽ തന്നെ ബ്രാഞ്ചസ് കുറേ വന്നിട്ടുണ്ട്. ഇതൊക്കെ മുമ്പേ മാറ്റേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി. നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കണ്ടോ, ഇത്രയും ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ സ്റ്റെമ്പിൽ കണ്ടോ തടികളിൽ അത്യാവശ്യം നന്നായിട്ട് വെയിൽ അടിക്കത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാണാം. അതിനിപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ടെറസ് ഗാർഡനെ കുറിച്ച് 2-3 വീഡിയോ ഞാൻ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്തത് മുതൽ ഈ ചെടികൾ നടന്നതൊക്കെ പല വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെറസ് ഗാർഡൻ വീഡിയോസ് മൊത്തം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും കാണുക, കണ്ട അഭിപ്രായം പറയുക. പിന്നെ വേറൊന്ന്, ഈ ജബോട്ടിക്കാവ പ്രൂണിങ് ഞാനും ഫസ്റ്റ് ടൈം ചെയ്യുവാണ്. ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് അന്നവേശം.